നമസ്കാരം. അമേരിക്കയിൽ വിമാനം തട്ടിയെടുത്ത് വേൾഡ് ട്രേഡ് സെന്ററിലേക്കും പെന്റഗണിലേക്കും ഇടിച്ചു കയറ്റിയ 19 ഭീകരരിൽ ബിൻ ലാദൻ ഉൾപ്പെട്ടിട്ടില്ലായിരുന്നു. എന്തിനേറെ ആ സമയത്ത് അയാൾ അമേരിക്കൻ ജംഗ്ഷനിൽ പോലും കാലുകുത്തിയിട്ടില്ലായിരുന്നു. അതുകൊണ്ട് ലാദനെ ആരും കുറ്റവാളിയാക്കരുത് എന്ന് പറയുന്നത് പോലെയാണ് ഡൽഹി കലാപത്തിൽ ഉമർ ഖാലിദിനെയും ഷാർജിൽ ഇമാമിനെയും പുറത്തു വിടണം എന്ന് ആവശ്യപ്പെടുന്നത്. എപ്രകാരമാണോ തോറ മലയിടുക്കിൽ ഇരുന്ന് ബിൻ ലാദൻ കരുക്കൾ നീക്കിയത്, അതേ ബുദ്ധിയിലും കണിശതയിലും ആസൂത്രണം ചെയ്യപ്പെട്ട വൻ ജിഹാദായിരുന്നു ഡൽഹിയിൽ നടന്നത്. 2020 ഫെബ്രുവരി 24 അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യ സന്ദർശനം നടത്തുന്ന ദിനത്തിലാണ് അവിടെ കലഹം തുടങ്ങുന്നത്. അതിന് 4 ദിവസം മുമ്പ് ഫെബ്രുവരി 20 അമരാവതിയിൽ വെച്ച് ഉമർ ഖാലിദിന്റെ ഒരു പ്രസംഗം നടന്നിരുന്നു. ബാബറി മസ്ജിദ് വിധി വന്നപ്പോൾ മുസ്ലിം സമൂഹം നടത്തിയ പ്രതികരണം വെറും ശുഷ്കമായിരുന്നു എന്നും അതുകൊണ്ട് തന്നെ ഇന്ത്യൻ മുസ്ലിങ്ങൾക്ക് എതിരെ BJP സർക്കാരിന് ഇനി എന്തു ചെയ്യാം എന്നും എന്തു നിയമം കൊണ്ടുവന്നാലും അവർക്ക് എതിർക്കാൻ ശേഷിയില്ല എന്ന ഒരു മനോഭാവം അവരിൽ രൂപപ്പെട്ടിട്ടുണ്ട് എന്നുമാണ് ഉമർ അവിടെ പറഞ്ഞത്. ആ മനോഭാവം തിരുത്തി കുറിക്കണമെന്നും ട്രംപ് വരുന്ന ദിവസം തന്നെ അത്തരത്തിൽ ഒരു മുന്നേറ്റം ഉണ്ടായാൽ അന്താരാഷ്ട്ര തലത്തിൽ ഇത് ചർച്ചയാകുമെന്നും അയാൾ പ്രസംഗത്തിൽ സൂചിപ്പിച്ചു. എന്തും ചെയ്യാൻ തയ്യാറായി ആയിരക്കണക്കിന് ആളുകൾ ഡൽഹിയിലുണ്ട് എന്നും ഇതുവഴി CAA, NRC, NPR എന്ന് മാത്രമല്ല വേണമെങ്കിൽ ഇന്ത്യൻ സർക്കാർ തന്നെ ഇല്ലാതായി പോകുമെന്നും ആവേശത്തിൽ ഉമർ പറഞ്ഞു. എന്തായാലും പുള്ളി പറഞ്ഞതുപോലെ തന്നെ കാര്യങ്ങൾ സംഭവിച്ചു. ഫെബ്രുവരി 24 രാജ്യതലസ്ഥാനം കത്തിയമർന്നു. താഹിർ ഹുസൈൻ എന്ന നേതാവിന്റെ നേതൃത്വത്തിൽ ഒരു കൂട്ടം ആളുകൾ തെരുവിൽ നരനായാട്ട് തുടങ്ങി. അങ്കിത് ശർമ്മ എന്ന ഇന്റലിജൻസ് ബ്യൂറോ ഉദ്യോഗസ്ഥൻ ആൾക്കൂട്ട ആക്രമണത്തിൽപ്പെട്ട് കൊല്ലപ്പെട്ടു. 51 വെട്ടുകളാണ് അഴുക്കുചാലിൽ കിടന്ന അദ്ദേഹത്തിന്റെ ശരീരത്തിൽ ഉണ്ടായിരുന്നത്. ദിൽബാർ നേഗി എന്ന ആളെ കയ്യും കാലും വെട്ടി മാറ്റിയിട്ട് പച്ചക്കിട്ട് കത്തിച്ചു കൊന്നു. 7 റോഡുകൾ സമ്പൂർണ്ണമായി ഉപരോധിച്ചു. ശുദ്ധജലം ഉൾപ്പെടെ എല്ലാത്തരം വസ്തുക്കളും ചില സ്ഥലങ്ങളിലേക്ക് മാത്രമായി തടഞ്ഞു. 52 പേര് കൊല്ലപ്പെടുകയും 200-ലധികം ആളുകൾക്ക് പരിക്ക് പറ്റുകയും ചെയ്തു. മീഡിയ വൺ റിപ്പോർട്ടർ കലാപകാരികൾക്കിടയിൽ പെടുന്നതും ശേഷം ഞാൻ മുസ്ലിമാണ്, ഞാൻ കേരള മീഡിയ ആണ് എന്നൊക്കെ പറഞ്ഞ് രക്ഷപ്പെടുന്നതും ഒക്കെ നമ്മൾ തത്സമയം കണ്ട കാര്യമാണ്. വാളും തോക്കും പെട്രോൾ കുപ്പികളും പെട്രോൾ ബോംബുകൾ, കൂർപ്പിച്ച കല്ലുകൾ എന്നിവ എറിയാനുള്ള വലിയ കവണകളും ഉപയോഗിച്ചുള്ള പലസ്തീൻ മോഡൽ ഇന്തിഫാദ ആക്രമണങ്ങൾക്കെതിരെ ജനങ്ങൾ സംഘടിക്കാനും പോലീസിനൊപ്പം പ്രതിരോധം തീർക്കാനും പ്രത്യാക്രമണം നടത്താനും ഒക്കെ തുടങ്ങിയപ്പോൾ ഡൽഹി രക്തപങ്കിലമായി. ഒടുക്കം ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ശ്രീ അജിത് ഡോവൽ നേരിട്ട് എത്തിയാണ് സ്ഥിതിഗതികൾ ശാന്തമാക്കിയത്. അമരാവതിയിലെ കലാപാഹ്വാന പ്രസംഗം മാത്രമല്ലായിരുന്നു മുൻ JNU നേതാവ് കൂടിയായിരുന്ന ഉമറിനെതിരെയുള്ള കേസ്. കലാപം നടത്തിയ ഖാലിദ് ഫൈസി, താഹിർ ഹുസൈൻ മുതലായ ആളുകളുമായി നേരിട്ടുള്ള ബന്ധവും ഇവർ തമ്മിൽ നടത്തിയ ചർച്ചകളും പലയിടങ്ങളിലായി നടന്ന കൂടിക്കാഴ്ചകളൊക്കെയും ഗൂഢാലോചനയ്ക്ക് തെളിവായി. കലാപത്തിന് ആവശ്യമായ ധനവും മറ്റു കാര്യങ്ങളുമൊക്കെ PFI നോക്കിക്കോളുമെന്ന് താഹിറിന് ഉറപ്പുകൊടുത്തത് ഉമർ ഖാലിദാണ് എന്ന് മൊഴിയുമുണ്ട്. ഇപ്പോൾ ബംഗ്ലാദേശിൽ നടന്നുകൊണ്ടിരിക്കുന്ന കലാപത്തിന്റെ മറ്റൊരു വകഭേദമാണ് ഡൽഹിയിൽ നടന്നത്. സമരം ചെയ്തു, പ്രസംഗങ്ങൾ കേട്ടു, അണപൊട്ടി ഒഴുകിയ ക്രോധം, നിരപരാധികളായ സാധാരണക്കാരുടെ മേൽ തീർത്തും ആറാടിയ ആസൂത്രിത വർഗീയ കലാപമാണ് ഡൽഹിയിൽ അരങ്ങേറിയത്. PFI എന്ന ഭീകര സംഘടനയുടെ അന്ത്യം കുറിക്കാൻ നിദാനമായതും ഈ കലാപം തന്നെയാണ്. അതുകൊണ്ട് തന്നെ പൗരത്വ നിയമത്തിന്റെ പേരിൽ ഇല്ലാത്ത ഭീതി പരത്തി വെറുപ്പ് പ്രചരിപ്പിക്കുകയും റോഡുകൾ ബ്ലോക്ക് ചെയ്യുകയും 7 നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളെ യോജിപ്പിക്കുന്ന സിലിഗുരി ഷഹീൻബാഗ് മാർഗത്തിൽ തടയണമെന്നും ലഘുലേഖ ഇറക്കുകയും ആർട്ടിക്കിൾ 370 മുത്തലാഖ്, ബാബറി വിഷയങ്ങൾ ചേർത്ത് വിദ്വേഷ പ്രസംഗം നടത്തുകയും ഒക്കെ ചെയ്തതിന്റെ പേരിലാണ് ഷാർജിൽ ഇമാമും ഉമർ ഖാലിദിനും ഹൈക്കോടതി ജാമ്യം നിഷേധിച്ചത്. ഇപ്പോൾ ഇത് സുപ്രീം കോടതി അത് ശരിവെക്കുകയും ചെയ്തിരിക്കുന്നു. രാജ്യദ്രോഹികൾക്കും അവർക്ക് കുടപിടിക്കുന്ന അർബൻ നക്സലുകൾക്കും ഉള്ള താക്കീത് കൂടിയാണ് സുപ്രീം കോടതിയുടെ ഈ വിധി.